വെൽക്കം ടു മനസി സൊല്യൂഷൻസ്. നമ്മൾ ബീറ്റ ഫംഗ്ഷൻസിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ബീറ്റ് ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a y by a raised to p minus 1 minus y by a raised to q minus 1 dy by a. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്നുകൂടി പ്രൂവ് ചെയ്യേണ്ടത് വിച്ച് ഇസ് ഈക്വൽ ടു 1 by a raised to p plus q minus 1 integral 0 to a y raised to p minus 1 into a minus y raised to q minus 1 dy. ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. So by definition b of pq എന്താണ്? Which is equal to integral 0 to 1 x raised to p minus 1 minus x raised to q minus 1 dx. ഇതാണ് നമ്മൾ ബൈ ഡെഫിനിഷൻ ബീറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ ഒരു ഇൻ്റഗ്രലും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എക്സിന്റെ പൊസിഷനിൽ ഒരു y ബൈ എ ഇൻസേർട്ട് ചെയ്തതുപോലെ ഒരു ഫീൽ ഇല്ലേ. സോ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നുണ്ടോ എന്ന്. സോ ലെറ്റ് x is equal to y by a, then y is equal to ax, and dx by dy is equal to some constant into y എന്ന ഫോമിലാണ് x ഉള്ളത്. So the derivative of x with respect to y എന്താണ് വരിക? 1 by a. So dx is equal to 1 by a into dy എന്ന് വരും. x equal to 0 ആകുമ്പോൾ y എന്താണ്? y 0 ആണ്. x equal to 1 ആകുമ്പോൾ y എന്ത് വരും? a into 1 is equal to a. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ഇൻ്റഗ്രലിൽ കൊടുത്ത് നോക്കാം. ബി ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി മൈനസ് 1 മൈനസ് എക്സ് റേസ് ടു ക്യൂ മൈനസ് 1 ഡി എക്സ്. ഇനി എക്സ് ഈക്വൽ ടു 1 വൈ ബൈ എ എന്ന് ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എന്താവും? 0, ലിമിറ്റ് എന്താണ്? 0 to a. And y by a raised to p minus 1 minus y by a raised to q minus 1 and 1 by a into dy എന്ന് വരും. ഓക്കെ, ഈ എഴുതിയിരിക്കുന്നത് തന്നെയല്ലേ നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് എഴുതിയിട്ടുള്ളത് അല്ലേ. സോ ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ ഇതിൽ തന്നെ ഞാൻ ഒന്ന് നോക്കുക. ഇൻ്റഗ്രൽ 0 to a ഇതെന്താവും? y raised to p minus 1 by a raised to p minus 1 into a 1 minus y by a cross multiply ചെയ്യുന്നത് എന്താണ്? a minus y by a raised to q minus 1 വരും. So a minus y raised to q minus 1 a raised to q minus 1 into 1 by a into dy എന്ന് വന്നു. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിലുള്ള എല്ലാ എനെ ഒന്ന് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരിക? a raised to p minus 1 plus q minus a raised to p minus 1 into a raised to q minus 1 into a എന്ന് വരും. അതെന്താണ്? a raised to n into a raised to m എന്ന് പറയുന്നത് a raised to n plus m ആണ്. എന്നപ്പോൾ ഇവിടെ എന്താണ്? a raised to p minus 1 into a raised to q minus 1 into a എന്ന് പറയുന്നത് എന്ത് വരും? a raised to p minus 1 plus q minus 1 plus 1 എന്ന് വരും. which is equal to a raised to എന്താണ്? p plus q minus 1 minus 1 ആഡ് ചെയ്യുമ്പോൾ minus 2 plus 1 minus 1 ആണ്. ഇതെന്താണ്? 1 by a raised to p plus q minus 1 എന്ന ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ആൻഡ് അതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഇസ് ഈക്വൽ ടു 1 by a raised to p plus q minus 1 ഇൻ്റഗ്രൽ 0 to a y raised to p minus 1 into a minus y raised to q minus 1 dy. സോ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന സെക്കൻഡ് പ്രോപ്പർട്ടി. സോ നമുക്ക് രണ്ട് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ പറ്റി. എന്താണ് നമ്മൾ ചെയ്തത്? എക്സ് ഇസ് ഈക്വൽ ടു വൈ ബൈ എ എന്ന് ഇൻസേർട്ട് ചെയ്തു. അപ്പം അതിനനുസരിച്ച് നമ്മൾക്ക് എല്ലാ വേരിയബിൾസും ലിമിറ്റ്സും എല്ലാം ചേഞ്ച് ചെയ്തപ്പോൾ എന്താണ്? ബി ഓഫ് പി ക്യു എന്നത് ഇസ് ഈക്വൽ ടു 0 to a y by a raised to p minus 1 into 1 minus y by a raised to q minus 1 into dy by a ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 1 by a raised to p plus q minus 1 into integral 0 to 1 y raised to p minus 1 into a minus y raised to q minus 1 dy. രണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എന്താ ചെയ്തിട്ടുള്ളൂ? x equal to y by a എന്ന് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, Next, we are going to prove another property of beta function, and the property is this. p of pq is equal to 2 into integral 0 to
pi by 2 sin theta raised to 2p minus 1 into cos theta raised to 2q minus 1 d theta. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. By definition, b of pq എന്താണ്? b of pq is equal to integral 0 to 1 x raised to p minus 1 into 1 minus x raised to q minus 1 dx. ഇതാണ് ബീറ്റ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത പ്രകാരം. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ജസ്റ്റ് കമ്പയർ ചെയ്യുന്ന സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്ന് ഇൻസേർട്ട് ചെയ്തു. എക്സ് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ ഡി എക്സ് ബൈ ഡി തീറ്റ എന്താണ് വരിക? വിച്ച് ഇസ് ഈക്വൽ ടു 2, അതായത് എക്സ് സ്ക്വയർ എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ സൈൻ സ്ക്വയർ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? 2 സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് തീറ്റ. സോ ഡി എക്സ് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ്സ് വേരി ചെയ്യുന്നത് നോക്കാം. എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ 1 മൈനസ് എക്സ് എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അതെന്താണ്? കോസ് സ്ക്വയർ തീറ്റ അല്ലേ? കോസ് സ്ക്വയർ തീറ്റ നമുക്ക് എന്തറിയാം? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ്സ് കൂടി ഒന്ന് കാണണം. എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ എന്താണ്? 0 ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എപ്പോഴാണ് വന്നത്? തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ അല്ലേ? തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 0. ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ എപ്പോഴാണ് സൈൻ സ്ക്വയർ തീറ്റ 1 വരുന്നത്? തീറ്റ ഈക്വൽ ടു പൈ ബൈ 2. നമ്മളിവിടെ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 എന്ന് എടുത്തു. ഓക്കെ, ഇപ്പം ലിമിറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ടാണ് വേരി ചെയ്യുന്നത്? എക്സ് 0 ടു 1 ആകുമ്പോൾ തീറ്റ എവിടെ നിന്ന് ഇങ്ങോട്ടാണ്? 0 ടു പൈ ബൈ 2. So b of pq is equal to what? Is equal to, by definition it is equal to integral 0 to 1 x raised to p minus 1 into 1 minus x raised to q minus 1 dx. And നമ്മൾ എന്താണ് x equal to sin square theta എന്ന് ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്താണ്? integral 0 to pi by 2 sin square theta raised to p minus 1 into cos square theta raised to q minus 1 into 2 sin theta cos theta d theta എന്ന് പറഞ്ഞു അല്ലേ? and it is equal to integral 0 to pi by 2. 2 കോൺസ്റ്റന്റ് ആണ്. സോ അതിന് ഇന്റഗ്രലിന് പുറത്തോട്ട് എടുക്കാം. 2 into integral 0 to pi by 2 എന്ന് വരും. ആൻഡ് ഇവിടെ നോക്കാം, സൈൻ സ്ക്വയർ തീറ്റ raised to p minus 1. അപ്പോൾ എന്ത് വന്നു? സൈൻ തീറ്റ raised to 2 into p minus 1, അതായത് 2p minus 2 വന്നു. ഇനി ഓൾറെഡി ഇവിടെ ഒരു സൈൻ തീറ്റ കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇൻറ്റു സൈൻ തീറ്റ എടുക്കുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ raised to 2p minus 1. ഇതുപോലെ തന്നെ കോസ് സ്ക്വയർ തീറ്റ raised to q minus 1 എന്ത് വരും? കോസ് തീറ്റ raised to 2q minus 2 എന്ന് വരും. ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ raised to 2q minus 1 ആകും. സോ ഇന്റഗ്രൽ 0 to pi by 2 sin theta raised to 2p minus 1 into cos theta raised to 2q minus 1 d theta. ഇതാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. b of pq is equal to integral is equal to 2 into integral 0 to pi by 2 sin theta raised to 2p minus 1 into cos theta raised to 2q minus 1 d theta. സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകാം. എന്താണ്? b of pq is equal to integral 0 to infinity y raised to p minus 1 by 1 plus y raised to p plus q dz. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട അടുത്ത പ്രോപ്പർട്ടി. അപ്പോൾ ബൈ ഡെഫിനിഷൻ b of pq എന്താണ്? b of pq is equal to integral 0 to 1 x raised to p minus 1 into 1 minus x raised to q minus 1 dx. ഞാനിവിടെ x is equal to y by 1 plus y എന്ന് ഇൻസേർട്ട് ചെയ്യുന്നു. then dx by dy എന്താണ് വരിക? dx by dy is equal to 1 plus y into derivative of y 1 minus y into derivative of 1 plus y എന്താണ്? 1 ആണ്. by 1 plus y whole square എന്ന് വരും. and it is equal to എന്താണ്? 1 plus y minus 1 y എന്ന് വരും. by 1 dx by dy is equal to എന്ത് വരും? 1 plus y minus y by 1 plus y whole square.
1 plus y minus y എന്താണ് 1 ആണ്. സോ 1 by 1 plus y whole square എന്ന് വന്നു. ആൻഡ് ഇവിടെ നിന്ന് x is equal to y by 1 plus y ആണ്. സോ x into 1 plus y is equal to y എന്ന് വരും അല്ലേ, which implies x plus xy is equal to y, and which implies x is equal to y minus xy, and which implies x is equal to y into 1 minus x. So y is equal to x by 1 minus x. Okay, when x is equal to 0, y എന്താണ് 0 ആണ്. As x tending to 1, y tends to 1 by 1 minus 1 എന്താണ് 1 by 0 ലോട്ടാണ്, അതായത് ഇൻഫിനിറ്റിയിലോട്ട് മൂവ് ചെയ്യും. സോ b of pq is equal to integral 0 to 1 x raised to p minus 1 1 minus x raised to q minus 1 dx എന്താണ് is equal to integral 0 to infinity y by 1 plus y all raised to p minus 1 into x is equal to എങ്ങനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് y by 1 plus y. So x minus 1 minus x എന്തായിരിക്കും, which is equal to 1 minus y by 1 plus y, which is equal to 1 plus y minus y by 1 plus y, which is equal to 1 by 1 plus y എന്ന് വന്നു അല്ലേ. സോ 1 minus x എന്ന് പറയുന്നത് 1 by 1 plus y. So 1 by 1 plus y raised to q minus 1 into dx എന്തായിരുന്നു, dx എന്ന് പറയുന്നത് dx. ഇവിടെ dx by dy എന്ന് പറയുന്നത് 1 plus y whole square കിട്ടി. സോ dx is equal to 1 by 1 plus y whole square into dy എന്ന് വരും. സോ അതിവിടെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ എന്താണ് 1 by 1 plus y square into dy and which is equal to integral 0 to infinity y raised to p minus 1 by 1 plus y raised to, ഇനി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, y raised to p minus 1 by 1 plus y raised to p minus 1 into 1 plus y raised to q minus 1 into 1 plus y all raised to 2 എന്ന് വരും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത് 1 plus y raised to p minus 1 അല്ലേ, y raised to p minus 1 by 1 plus y raised to p minus 1 plus q minus 1 plus 2 എന്ന് വരും. അതെന്താണ് p plus q അല്ലേ, p plus q dy. സോ നമുക്ക് എന്ത് കിട്ടി, b of pq is equal to integral 0 to infinity y raised to p minus 1 by 1 plus y raised to p plus q dy. Okay.